ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. അതങ്ങനെയല്ലേ, ചില ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ദിവസമായി പോകും. അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന് കേട്ടോ. എന്താ വേറൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ മാത്രം കറണ്ടില്ല. ഈ ഒരാഴ്ചയായിട്ട് നല്ല മഴയും കാറ്റും ആയതുകൊണ്ട് തന്നെ കറണ്ട് മിന്നി കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു പണി തരുന്ന് തീരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ വീട്ടിലെ സർവീസ് വയറിൻ്റെ കണക്ഷൻ വിട്ടതാട്ടോ. നമ്മൾ കുറേ തവണ KCBക്കാരെ വിളിച്ചെങ്കിലും അവർ വന്നില്ല. അവരെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഒരുപാട് സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ പറയുന്നതിന് മുന്നേ ഒരുപാട് പേര് ഇതേപോലെ പറഞ്ഞിട്ടുണ്ടാവില്ലേ, അവരെയൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ നമ്മുടെ അടുത്തേക്ക് എത്താൻ. അതുപോലെ ഇന്നും വന്നില്ല. അപ്പം ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഇന്ന് എന്തായാലും കറണ്ട് വരില്ല എന്ന്. അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ നമുക്കൊന്ന് പുറത്ത് പോയി കഴിക്കാം. പുറത്ത് നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കോട നല്ല ക്ലൈമറ്റ് ആട്ടോ. അതാണ് രസം. പക്ഷെ നമ്മുടെ വാവയ്ക്ക് ഫാന് തിരിഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല. അങ്ങനെ പ്രശ്നം ഉണ്ട് കേട്ടോ നമ്മുടെ വാവയ്ക്ക്. അങ്ങനെ അവൻ്റെ ഒരു ഇതും ഒക്കെ മാറ്റാമെന്ന് വെച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ നമ്മളിതേ പുറത്തിറങ്ങി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടുത്തെ മിക്കപ്പോഴും മന്തിയാണ് കഴിക്കാറ്. ഇവിടുത്തെ മന്തി നല്ല ടേസ്റ്റ് ആട്ടോ. അതുകൊണ്ടാണ് നമ്മൾ മന്തി ഓർഡർ ചെയ്യാറ്. വാവയ്ക്കുള്ള ഫുഡ് ഞാൻ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടാട്ടോ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവന് കുറുക്കൊക്കെ സെറ്റാക്കി കൊടുത്തു. അവന് നല്ല നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മളിതേ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ ഇവിടെ പരിചയമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേഗം ഫുഡും കാര്യങ്ങളൊക്കെ അവർ എത്തിച്ചു തരാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മന്തിയൊക്കെ പറഞ്ഞു, അൽഫാമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാവയ്ക്ക് ഇതേ കുഞ്ഞി പ്ലേറ്റ് അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കറണ്ടില്ലാതെ നമുക്ക് വീട്ടിലേക്ക് പോകാൻ സത്യം പറഞ്ഞാൽ തോന്നുകയില്ല കേട്ടോ. ചിലപ്പോൾ ചിലവർ വിചാരിക്കും കറണ്ടില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഉറപ്പായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ ചില സിറ്റുവേഷനിൽ വാവയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും കേട്ടോ. കാരണം പുറത്തിപ്പോൾ നല്ല കാറ്റും സംഭവം ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ നമ്മൾ ഓക്കെയാണ്. പക്ഷേ വാവേൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടം വരും നമുക്ക് കേട്ടോ. അങ്ങനെ അവനൊന്ന് ഹാപ്പി ആക്കാമെന്നൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നത് കേട്ടോ. നാളെയെങ്കിലും KCBക്കാർ വരുന്നു നമുക്ക് വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതേപോലെ പ്രശ്നങ്ങൾ പലയിടത്തും നടക്കും കൊണ്ടായിരിക്കും അവർ ഇന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ മാത്രം കേട്ടോ കറണ്ട് ഇല്ലാത്ത, ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമം വരില്ലേ, നമ്മുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിലോ എന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഏട്ടനും ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഏകദേശം ഒരു 10-20 കോളെങ്കിലും നമ്മൾ KCBക്കാർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവരെയും ഞാൻ പറഞ്ഞില്ല, അവരെയും പറയാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും സോൾവ് ചെയ്തിട്ട് വേണ്ടി വരും അവർക്ക് നമുക്ക് വരാം. നാളെ എന്തായാലും നമ്മൾ വരുന്ന അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നാളെ എന്തായാലും ഞങ്ങൾ വന്ന് ശരിയാക്കി തരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായി കുഞ്ഞു വാവയൊക്കെ ഉണ്ട് അതിനൊക്കെ പറഞ്ഞപ്പോൾ അവർ നാളെ എന്തായാലും വന്ന് ശരിയാക്കാമെന്ന് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതേ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പൈനാപ്പിളും ഏട്ടൻ മിൻലൈം കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പൈനാപ്പിളൊക്കെ കുടിച്ചു. വാവയ്ക്കും ചെറുതായി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവൻ ഭയങ്കര ഹാപ്പിയായി. കാരണം കറണ്ട് ഇല്ലാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് അവൻ ഭയങ്കരമായിട്ട് ഒരു സാഡായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. വൈകുന്നേരം മുതൽ തൊട്ട് രാവിലെ അവൻ ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ ചുറ്റുവട്ടത്തൊക്കെ പോയി മക്കളുടെ കൂടെയൊക്കെ കളിച്ച് അവനൊന്ന് ഹാപ്പി ആക്കിയതായിരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടൻ വന്നപ്പോൾ അവന് ഒന്നുകൂടി ഹാപ്പി ആക്കാറുണ്ട്. ഞങ്ങൾ ഇതേ പുറത്തേക്കൊക്കെ ഇറങ്ങി അവന് ജ്യൂസൊക്കെ നമ്മൾ കൊടുത്ത് സെറ്റാക്കി ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ. പേയ്മെൻറ്റ് ചെയ്ത് നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇതേ ഒരു പൂച്ചയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണോ. ഞാൻ പറഞ്ഞ കറണ്ടില്ലാതെ വീട്ടിലേക്ക് പോകാൻ ഒരു സുഖമില്ല. എന്നാലും വീട്ടിൽ പോയി കിടന്നുറങ്ങിയല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇതേ നേരെ വീട്ടിലെത്തി. നാളെയെങ്കിലും കറണ്ട് വരുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. ബൈ.